കാറ്റുനിറച്ച തുകൽപന്തിന് പിന്നാലെ ലോകം കേന്ദ്രീകരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലോകം ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് വേൾഡ് കപ്പിന് വേണ്ടി. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന 48 ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ വേൾഡ് കപ്പിന് ഇനി ഒരു മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ലോകം ഉറ്റുനോക്കുകയാണ് ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്നറിയാൻ വേണ്ടി. ഫുട്ബോൾ പണ്ഡിറ്റുകളും ജേർണലിസ്റ്റുകളും മാറി മാറി ഉത്തരങ്ങൾ പറയുമ്പോൾ ആരായിരിക്കും കിരീടമുയർത്തുക? നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നമ്പർ 10 പൊസിഷനിൽ ലിയണൽ മെസ്സിയുമായി തന്നെയാണ് ഇക്കുറിയും വരവ്. കഴിഞ്ഞ തവണ ഉയർത്തിയ ആ ചാമ്പ്യൻ പട്ടം ഇക്കുറിയും നിലനിർത്തണം. അതിനുവേണ്ടിയാണ് സ്കലോണിപ്പട ഇത്തവണ വേൾഡ് കപ്പിനെത്തുന്നത്. ഇപ്പോൾ ഇതാ വേൾഡ് കപ്പിൽ കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകൾ ആരാണ്? ആ സാധ്യതയെക്കുറിച്ച് ലോക ഫുട്ബോളിൻ്റെ മിഷിയ ലിയണൽ മെസ്സി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ 2026 ലോകകപ്പ് ആര് സ്വന്തമാക്കും? ഏറ്റവും സാധ്യതയേറിയ ടീമുകൾ ഏതൊക്കെയാണെന്ന് മെസ്സിയോടായിരുന്നു ചോദ്യം. മെസ്സിയുടെ ഉത്തരം ആദ്യം തിരഞ്ഞെടുത്തത് ലിയണൽ മെസ്സി ഫ്രാൻസിനെയായിരുന്നു. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീം എന്ന ചോദ്യത്തിന് ആദ്യ ഉത്തരം ഫ്രാൻസിൻ്റേത്. പിന്നാലെ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനെയാണ് മെസ്സി രണ്ടാമത് തിരഞ്ഞെടുത്തത്. ഇതിനു പിന്നാലെ നിലവിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ബ്രസീലിനെയും മെസ്സി തിരഞ്ഞെടുത്തു. ഈ അടുത്ത കാലത്ത് ബ്രസീൽ ടീം മികച്ച ഫോമിലല്ലാതിരിക്കാം, എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ടീമാണ് ബ്രസീൽ. അവർക്ക് ലോകകപ്പ് സാധ്യതയുണ്ടെന്നാണ് ലിയോ മെസ്സി പറഞ്ഞത്. ഇതിനു പിന്നാലെ നാലാമതായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെയാണ് ലിയണൽ മെസ്സി തിരഞ്ഞെടുത്തത്. കൂടാതെ ഞങ്ങൾക്കും, അതായത് അർജന്റീനക്കും വളരെ വലിയ സാധ്യത തന്നെയാണ് ഈ വേൾഡ് കപ്പ് നേടാനുള്ളതെന്നും മെസ്സി കൂട്ടിച്ചേർത്തു. മെസ്സിയുടെ സാധ്യതാ ലിസ്റ്റിലുള്ള ടീമുകൾ ഫ്രാൻസ്, സ്പെയിന്, ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന എന്നീ ടീമുകളാണ്. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള 5 ടീമുകൾ ഏതൊക്കെ? നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.